എല്ലാ പ്രതീക്ഷകളും അറ്റുപോകിയ നേരത്ത് മാർക്കോ യാൻസൺ കിവീസ് ബോളർമാരെ അതിർത്തിയിലേക്ക് പായിക്കുന്നത് കണ്ട് എയ്ഡൻ മാർക്രമിന്റെ ഉള്ളിൽ പ്രതീക്ഷകൾ മുളപൊട്ടി. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് ലൈനപ്പുകളിൽ ഒന്ന് കൈവശമുള്ള അയാൾക്ക് 170 ഡിഫൻഡ് ചെയ്യാവുന്ന സ്കോറായിരുന്നു. കിവീസ് ഇന്നിംഗ്സിൽ 13ാം ഓവർ എറിയാൻ മാർക്കോ യാൻസൺ എത്തുന്നു. ഒരൊറ്റ പന്തിനെ പോലും വെറുതെ വിട്ടിട്ടില്ല ഫിന്നലൻ. സെഞ്ചുറിയിലേക്ക് 24 റൺസ് കൂടെ വേണമായിരുന്നു അയാൾക്ക്. 3 4 2 6. കഥ അവിടെ അവസാനിച്ചു. 7 ഓവറും ഒരു പന്തും ബാക്കി നിൽക്കെ പ്രോട്ടിയാസിനെ ചുരുട്ടിയെടുത്ത് വെളിയിലിട്ടു കിവീസ്. നോട്ട് എ സ്ലാപ്പ് ഇൻ ദ ഫേസ്, ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ്. എയ്ഡൻ മാർക്രം മത്സരത്തിന് ശേഷം പറഞ്ഞു വെച്ചത് അങ്ങനെയാണ്. ആരും കരുതിയിരിക്കാത്ത നേരത്ത് അപ്രതീക്ഷിതമായി കിട്ടുന്ന അടികൾക്ക് വേദന ഒരൽപ്പം കൂടുതലായിരിക്കും. ടൂർണമെന്റിലെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്ത്യക്ക് മുകളിലായിരുന്നു ഫേവറേറ്റ് ലിസ്റ്റിൽ പ്രോട്ടിയാസിന്റെ സ്ഥാനം. ഒറ്റ കളി പോലും തോൽക്കാതെയാണ് അവർ സെമിയിലേക്ക് മാർച്ച് ചെയ്തത്. ഇതേ കിവീസിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തരിപ്പണമാക്കിയതാണ്. സൂപ്പർ 8-ൽ ഇന്ത്യയും വീഴ്ത്തി. എയ്ഡൻ മാർക്രം മുതൽ കോർബിൻ ബോഷ് വരെ നീണ്ടുകിടക്കുന്ന ബാറ്റിംഗ് ലൈനപ്പ്. ലുങ്കി എങ്കിടി, മാർക്കോ യാൻസൺ, കഗിയൂസ റബാഡ, കോർബിൻ ബോഷ്, കേശവ് മഹാരാജ് തുടങ്ങി ടൂർണമെന്റിലെ പല വമ്പൻ സ്രാവുകളെയും വെള്ളം കുടിപ്പിച്ച ബോളിംഗ് നിര. കിവീസ് ആകട്ടെ സെമിയിലേക്കുള്ള വഴിയിൽ 2 കളികൾ നേരത്തെ പരാജയപ്പെട്ടതാണ്. സെമി ടിക്കറ്റ് എടുക്കാൻ പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരഫലം കാത്തിരിക്കേണ്ടി വന്നു അവർക്ക്. T20 ലോകകപ്പുകളിൽ ഇതിനു മുമ്പ് 5 തവണ പ്രോട്ടിയാസും കിവീസും നേർക്കുനേർ വന്നപ്പോൾ 5ലും വിജയം ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു. ചരിത്രവും കണക്കുകളുമൊക്കെ കിവീസിനെ നോക്കി ചിരിച്ചു. എന്നാൽ ഈഡൻ ഗാർഡൻസിൽ ഒറ്റ ടോസിൽ കളി മാറി. കഥയും ഡ്യൂ ഫാക്ടർ നിർണായകമാകുമെന്ന് ഉറപ്പുള്ള സാന്നർ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു. 2ാം ഓവർ എറിയാൻ അയാൾ കോൾ മെക്കൻകിയെ വിളിച്ചു. തൻ്റെ ആവനാടിയിൽ സാന്നർ കരുതി വെച്ച ട്രംപ് കാർഡായിരുന്നു അയാൾ. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനിലാണ് സൗത്ത് ആഫ്രിക്കയുടെ ഓപ്പണിംഗ് സ്ലോട്ട്. എന്നിട്ടും ഓഫ് സ്പിന്നറായ മക്കൻകിയെ പവർ പ്ലേയിൽ തന്നെ കൊണ്ടുവരാൻ സാന്നർ തീരുമാനിച്ചതിന് പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും അറിയില്ല. കാര്യം എന്തൊക്കെയായാലും അയാളുടെ പ്ലാനുകൾ കൃത്യമായി മൈതാനത്ത് നടപ്പിലായി. ദക്ഷിണാഫ്രിക്കൻ ടോപ്പ് ഓർഡറിലെ അപകടകാരികളായ 2 ലെഫ്റ്റ് ഹാൻഡർമാരെ അടുത്തടുത്ത പന്തുകളിൽ മക്കൻകി വീഴ്ത്തി. പിന്നെ ഒരൊറ്റ ഓവർ പോലും സാന്നർ അയാൾക്ക് നൽകിയിട്ടില്ല. ഡീകോക്കും റിക്കിൾട്ടണും വന്ന വഴിയെ മടങ്ങി. മാർക്കർത്തയും മില്ലറയും രച്ചിൻ രവീന്ദ്ര തൻ്റെ അടുത്തടുത്ത ഓവറുകളിൽ കൂടാരം കയറ്റി. ഒരു ഘട്ടത്തിൽ 85 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയ പ്രോട്ടിയാസിനെ യാൻസനും ബ്രവിസും ചേർന്നാണ് കരകയറ്റിയത്. ഡെത്ത് ഓവറുകളിൽ നീശാമിനെയും ഫെർഗൂസനെയും കണക്കിന് പ്രഹരിച്ച യാൻസൻ പ്രോട്ടിയാസിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിക്കുന്നു. 170 റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അത്ര ചെറിയ കടമ്പയല്ല. ഇതൊക്കെ കൃത്യമായി ധാരണയുണ്ടായിരുന്നു സീഫർട്ടിനും അലനും. എന്നാൽ പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഏറെക്കുറെ കളിയുടെ വിധിയെഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. യാൻസൺ, റബാഡ, കോർബിൻ ബോഷ് പന്തെടുത്തവരൊക്കെ കണക്കിന് തല്ലുവാങ്ങി. യാൻസൺ കുറച്ചധികം. പവർ പ്ലേയിലെ അവസാന ഓവർ എറിഞ്ഞ കോർബിൻ ബോഷിനെ തുടർച്ചയായി 5 തവണയാണ് ഫിന്നലൻ ബൗണ്ടറിയിലേക്ക് വായിച്ചത്. 6ാം ഓവർ അവസാനിക്കുമ്പോൾ കിവി സ്കോർ ബോർഡിൽ ഓപ്പണർമാർ ചേർത്തത് 84 റൺസ്. സീഫേർട്ടാണ് ആദ്യം അർദ്ധ സെഞ്ചുറിയിൽ തൊട്ടത്. 8ാം ഓവർ അവസാനിക്കുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടമാകാതെ സ്കോർ ബോർഡ് 3 അക്കം തൊട്ടു. സീഫേർട്ടിനെ റബാഡ വീഴ്ത്തിയതിനു ശേഷം ഫിന്നലൻ ട്രാക്ക് മാറ്റി. പിന്നെ അടിയോടടി. 13ാം ഓവറിൽ കളി തീർന്നു. എയ്ഡൻ മാർക്രം നിസ്സഹായനായിരുന്നു. 33 പന്തിൽ സെഞ്ചുറി, 303 സ്ട്രൈക്ക് റേറ്റ്, 10 4 8 സിക്സർ. അടിച്ചെടുത്ത 100ൽ 88 റൺസും വന്നത് ബൗണ്ടറികളിലൂടെ. പാഴാക്കിയത് വെറും 3 പന്തുകൾ. ഫിന്നലൻ്റെ ഇന്നിങ്സിലെ കണക്കുകളൊക്കെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇനി സീഫേർട്ടിൻ്റെ കണക്കുകൾ കൂടി നോക്കൂ. സീഫേർട്ടും അലനും 33 പന്തുകൾ വീതമാണ് നേരിട്ടത്. സീഫേർട്ട് 7 4ഉം 2 6ഉം സഹിതം അടിച്ചെടുത്തത് 58 റൺസാണ്. സ്ട്രൈക്ക് റേറ്റ് 175. അത്ര തന്നെ പന്തുകൾ കളിച്ച അലൻ്റെ സ്ട്രൈക്ക് റേറ്റ് അതിൻ്റെ നേരിരട്ടിയും. ദക്ഷിണാഫ്രിക്കയെ കൂട്ടത്തകർച്ചയിൽ നിന്ന് കരകയറ്റിയ മാർക്കോ യാൻസൺ താൻ അടിച്ച റൺസൊക്കെ തിരിച്ചു നൽകി. 2.5 ഓവർ എറിഞ്ഞ യാൻസൺ വിട്ടു നൽകിയത് 53 റൺസാണ്. 18 എക്കോണമി. കോർബിൻ ബോഷിൻ്റെ എക്കോണമി ആവട്ടെ 17. എങ്കിഡിയുടെയും കേശവ് മഹാരാജിൻ്റെയും 11 വീതം. 10ൽ താഴെ എക്കോണമിയിൽ പന്തെറിഞ്ഞത് റബാഡ മാത്രം. ഫിന്നലൻ്റെ സെഞ്ചുറി ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ് പടങ്കഥയാക്കി. 2016-ൽ ഇംഗ്ലണ്ടിനെതിരെ 47 പന്തിൽ ഗെയിൽ അടിച്ച സെഞ്ചുറി ആയിരുന്നു ഇന്നലെ വരെ T20 ലോകകപ്പ് ഹിസ്റ്ററിയിലെ അതിവേഗ സെഞ്ചുറി. ഈഡൻ ഗാർഡൻസിൽ ഇന്നലെ അത് തിരുത്തി എഴുതപ്പെട്ടു. ഡ്യൂ ഫാക്ടർ ഏറെ നിർണായകമാകുന്ന മത്സരങ്ങളിൽ ടോസ് വലിയ ഘടകമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. അടുത്തടുത്ത ദിവസങ്ങളിൽ ഈഡൻ ഗാർഡൻസിൽ 2 സക്സസ്ഫുൾ റൺ ചേസുകൾ അരങ്ങേറുന്നു. അതും 2 നിർണായക മത്സരങ്ങളിൽ. ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായി അറിയാം എന്നത് ഗുണകരമായെന്ന് മത്സരശേഷം അലൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ബോളർമാർ നൽകിയ മികച്ച തുടക്കം നിർണായകമായിരുന്നു. ബാറ്റർമാർക്ക് വേണ്ടി മത്സരം സജ്ജമാക്കിയത് അവരാണ്. ലോകകപ്പിന് മുമ്പ് കളിച്ച ഇന്ത്യൻ പരമ്പരയും ഒരുപാട് സഹായിച്ചുവെന്ന് കരുതുന്നു. ഇന്ത്യൻ മണ്ണിൽ നടന്ന 5 മത്സരങ്ങളുടെ ആ തയ്യാറെടുപ്പ് കൊണ്ട് ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ നന്നായി മെച്ചപ്പെട്ടു, അലൻ പറഞ്ഞു. പ്രോട്ടിയാസ് പഠിക്കൽ കടമടക്കുന്ന പതിവ് തുടരുന്നു. ഫൈനലിൽ ഇന്ത്യയോ ഇംഗ്ലണ്ടോ എന്ന്
ഇനി അറിഞ്ഞാൽ മതി. ആരായാലും കിവീസ് അവർക്കത്ര ചെറിയ കടമ്പയാകില്ല.